മാധ്യമപ്രവർത്തകനെ വർഗീയവാദി എന്ന് വിളിച്ചത് ജി സുധാകരൻ രംഗത്ത് വരികയാണ്. താൻ എവിടുത്തെ മാധ്യമപ്രവർത്തകനാണ് എന്നാണ് ചോദ്യം. എച്ച് സലാമുമായി ബന്ധപ്പെട്ട ചോദ്യത്തോടാണ് ക്ഷുഭിതനായി പ്രതികരിച്ചത്. അതിലേക്ക് ഷാജഹാൻ എന്നതിന്റെ ആളാ കൈരളിയാ, പുള്ളിക്കത് ചോദിച്ചേ പറ്റൂ. അത് പിന്നെ പോട്ടെ, മറ്റുള്ളവർക്ക് എന്താ പ്രശ്നം? എനിക്ക് നിലപാട് മാറ്റാൻ പറ്റത്തില്ല സാറേ. പോടോ പോയി വല്ല പണിയും നോക്കണോ? താൻ പോയി വല്ല താൻ കൈരളി വരുന്ന ഒരു വർഗീയവാദി അല്ലായിരുന്നു. താൻ പോടോ, തന്റെ പാട്ടിന് പോ. താൻ പോകാൻ പറഞ്ഞത് താൻ പൊക്കോളാൻ പറഞ്ഞില്ല പാർട്ടിക്കാരനെ. ഉച്ചഭക്ഷണ വിതരണമൊക്കെ മുടക്കുന്നത് ശരിയായ കാര്യമാണോ? ഇയാൾ എന്തോ പ്രസംഗിക്കുന്നത്? ഇതാണ് പത്രക്കാരുടെ. ഞാൻ സംസാരിച്ചല്ലോ, താനാണ് സംസാരിച്ചത്. ഇയാൾക്ക് എന്താ വേണ്ട? വഴക്കോട്ടൊക്കെ പറ്റിരിക്കുക എന്തല്ലേ? എന്നല്ല അവിടെ കാണിച്ച പോക്കൽ ഇവിടെ കാണിച്ചാലുണ്ടല്ലോ. താൻ പത്രലേഖന ഓർത്തോണം. എന്റെ അടുത്ത് വന്നേക്കത് മേലാൽ എന്റെ അടുത്ത് വന്നേക്കരുത്. തനിക്ക് ഇഷ്ടമുള്ള എഴുതിയോ? താൻ എം എൽ എ, തന്റെ എം എൽ എ ഒന്നുമല്ല ഞാൻ. തന്റെ എം എൽ മനീഷ് മെഹിബാലുണ്ട്. മനീഷ്, ഇന്നലത്തെ ദൃശ്യങ്ങൾ ഏകദേശം ഇതേ സമയത്ത് തന്നെ പുറത്തു വന്ന ദൃശ്യങ്ങൾ മനസ്സിലുണ്ട്. CPM പ്രവർത്തകരുമായിട്ടുള്ള നേർക്കുനേർ ഏറ്റുമുട്ടലും വാദപ്രതിവാദങ്ങളുമായിരുന്നു. പിന്നീട് കയ്യാങ്കളിയിലേക്ക് വരെ പോയി. ഇപ്പോൾ CPM-ഉം ജി സുധാകരനും തമ്മിൽ ആലപ്പുഴയിൽ നേർക്കുനേർ നിൽക്കുകയാണ്. അതിനിടയിൽ മാധ്യമപ്രവർത്തകരോട് എന്താണ് സുധാകരൻ ഇത്ര ദേഷ്യം? ഇത് ആദ്യമായിട്ടൊന്നുമല്ല. വായിൽ വരുന്ന എന്തും വിളിച്ചു പറയുന്ന സ്വഭാവം സുധാകരന് പണ്ടുമുണ്ട്, ഇന്നുമുണ്ട്, ഇനി എന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നു. എന്താണെന്ന് പറഞ്ഞത്? അതിന്റെ സാഹചര്യം എന്തായിരുന്നു? ഫിയാസ്, രണ്ട് ചോദ്യങ്ങളാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. ഒന്ന്, പൊതുച്ചോറുമായി ബന്ധപ്പെട്ട് ജി സുധാകരൻ ഉന്നയിച്ച വിമർശനം. നേരത്തെ മുൻ നിലപാടിൽ നിന്നും മലക്കം പറഞ്ഞുകൊണ്ട് ഇപ്പോഴിതാ സർക്കാർ ആശുപത്രികളിൽ ഇത്തരത്തിൽ DYFI കൊടുക്കുന്ന സൗജന്യ പൊതുച്ചോറ് വിതരണം നിർത്തലാക്കണം. അത് സംബന്ധിച്ചുള്ള ചോദ്യം. മറ്റൊന്ന്, ഇന്നലെ അമ്പലപ്പുഴയിൽ നടന്ന നിൽക്കുന്ന സ്കൂളിൽ എത്തിയ ജി സുധാകരനൊപ്പം CPM പ്രവർത്തകരുമായി ഉണ്ടായ കയ്യേറ്റം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കയ്യാങ്കളി, പിന്നീട് എച്ച് സലാം അടക്കമുള്ള നേതാക്കൾ ജി സുധാകരന് എതിരെ ഉന്നയിക്കുന്ന അഴിമതി ആരോപണങ്ങൾ, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ജി സുധാകരനെ ചോദിച്ചത്. പക്ഷേ ചോദ്യങ്ങൾക്ക് മുന്നേ തന്നെ അദ്ദേഹം മൈക്ക് തട്ടിമാറ്റിയാണ് വാഹനത്തിൽ കയറാൻ ശ്രമിച്ചത്. അങ്ങനെ ഇന്നപ്പോഴാണ് കൈരളിയുടെ റിപ്പോർട്ടറോട് താൻ കൈരളിയിൽ ജോലി ചെയ്യുന്നതിന് മുൻപ് വർഗീയവാദിയായിരുന്നു അടക്കമുള്ള പരാമർശം ഉണ്ടായത്. ഒപ്പം തന്നെ എച്ച് സലാമിന്റെ ആരോപണമുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമാണ്. അതായത് നേരത്തെ 2021 ഇലക്ഷൻ സമയത്ത് ജി സുധാകരൻ പാർട്ടിയുടെ പേരിലും സ്ഥാനാർത്ഥിയുടെ പേരിലും പിരിച്ച പണം പാർട്ടിയിലേക്ക് യഥാവിധി എത്തിയിട്ടില്ല എന്ന ഗുരുതര ആരോപണം എച്ച് സലാം ഉന്നയിച്ചു. പക്ഷെ അതിന്റെ കൃത്യമായ കണക്ക്, അതായത് പിരിച്ച പണത്തിന്റെ കണക്ക് താൻ ബോധ്യപ്പെടുത്തിയാൽ, വെളിപ്പെടുത്തിയാൽ പാർട്ടിക്ക് പുറത്തേക്ക് പോകാൻ എച്ച് സലാം പാർട്ടിയിൽ ഉണ്ടാവുകയില്ല എന്ന കാര്യം അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ അമ്പലപ്പുഴ പാർട്ടിയെ CPM നേതാക്കളെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ മാധ്യമപ്രവർത്തകരോടുള്ള അത്തരം ചോദ്യങ്ങളുടെ മറുപടി ഇങ്ങനെ എന്നിരിക്കെ CPM പ്രവർത്തകർ അല്ലെങ്കിൽ അമ്പലപ്പുഴയുടെ CPM നേതൃത്വത്തിനെതിരെയും അദ്ദേഹം രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിനെതിരെ പ്രകടനം നടത്തിയ CPM-ന്റെ വനിതകൾക്കെതിരെയും അദ്ദേഹം സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ നിരവധി ആയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഇങ്ങനെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകിയത്. യഥാർത്ഥത്തിലുള്ള മറുപടിക്ക് പകരം ആക്ഷേപിക്കലാണ് അദ്ദേഹം നിലവിൽ യഥാർത്ഥത്തിൽ ചെയ്തത്. എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് അമ്പലപ്പുഴ പാർട്ടിക്കെതിരായിട്ടുള്ള ഒരു ഗുരുതരമായിട്ട് വിമർശനം ഇപ്പോഴുമുണ്ട്. അമ്പലപ്പുഴ പാർട്ടിയിൽ ഉള്ള ആളുകൾ പൊളിറ്റിക്കൽ ക്രിമിനലാണെന്ന് വീണ്ടും അദ്ദേഹം ആവർത്തിക്കുന്നു. അമ്പലപ്പുഴ പാർട്ടിയിൽ ഇനി പുല്ല് കിളിർക്കില്ല തുടങ്ങിയിട്ടുള്ള രൂക്ഷമായ വിമർശനമുണ്ട്. എന്താണെങ്കിലും ഇന്ന് 3:30-ക്കാണ് ജി സുധാകരന്റെ അമ്പലപ്പുഴ പുന്നപ്രയിലെ വസതിയിലേക്ക് CPM-ന്റെ പ്രതിഷേധ മാർച്ചുണ്ട്. ഇന്നലെ ജി സുധാകരനൊപ്പം എത്തിയ കോൺഗ്രസ് പ്രവർത്തകർ അവിടെ PTA പ്രസിഡന്റും അമ്പലപ്പുഴ CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗം കൂടിയുള്ള പ്രശാന്ത് കുട്ടിയെ മർദ്ദിച്ചെന്നുള്ള ആരോപണമുണ്ട്. തുടർച്ചയായി ജി സുധാകരൻ CPM നേതാക്കളെ അപമാനിക്കുന്നു, അവഹേളിക്കുന്നു, സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുന്നു. ഇതിനെതിരെയാണ് ഇന്ന് വൈകിട്ട് 3:30-ക്ക് ജി സുധാകരന്റെ വസതിയിലേക്ക് CPM വലിയ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഷിഹാസ്. ശരി മനീഷ്, അനാവശ്യമായ സംസാരം, അധിക്ഷേപം, ഇതൊന്നും ജി സുധാകരന്റെ ഭാഗത്തു നിന്ന് ആദ്യമായിട്ടല്ല വരുന്നത്. ജി സുധാകരൻ പാർട്ടി മാറിക്കോട്ടെ, വാക്കു മാറ്റിക്കോട്ടെ, നിലപാട് മാറ്റിക്കോട്ടെ, ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറഞ്ഞുകൊള്ളട്ടെ. പക്ഷേ മാധ്യമപ്രവർത്തകർ എന്ത് പറയണം എന്ന് ജി സുധാകരൻ തീരുമാനിക്കേണ്ടതില്ല. അത് ആ ഒരു അവകാശം അത് മാധ്യമപ്രവർത്തകർക്ക് വിട്ടുകൊടുക്കുക, ആ ഒരു മര്യാദ ജി സുധാകരൻ കാണിക്കുക.